സിന്ധു നദീജല കരാറിൽ പുനർചിന്തനം ആവശ്യപ്പെട്ട ഭാരതത്തിന് പാകിസ്ഥാന്റെ കത്ത്. പാക് ജലവിഭവ സെക്രട്ടറി സെയ്ദ് അലി മിർസ കേന്ദ്ര ജലവിഭവ സെക്രട്ടറി ദേവശ്രീ മുഖർജിക്കാണ് കത്തയച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിട്ടില്ല. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിലായിരുന്നു പാകിസ്ഥാനുമുള്ള സിന്ധു നദീജല കരാർ നിർത്തിവെച്ചത്. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വിവരങ്ങൾ. നിർണായകവും ശക്തമായ നടപടിയുമാണ് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനെ ഇൻഡസ് നദീ ജലം അല്ലെങ്കിൽ സിന്ധു നദീജലം നൽകുന്നത് സംബന്ധിച്ച് തടയുന്ന തീരുമാനമെടുത്തത് എന്ന് നിർണായക തീരുമാനമാണെന്ന് തെളിയുന്ന സംഭവവികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതീവ നയതന്ത്ര തലത്തിൽ ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്ക് ഭാരതം ഏപ്രിൽ 23 കടക്കുകയായിരുന്നു. അത്തരത്തിലൊരു തീരുമാനമെടുത്തതിന് ശേഷം ശക്തമായ നടപടികൾ ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിന് പിന്നാലെ നിരവധിയായ സമ്മർദ്ദങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായെങ്കിലും ഇത്തരത്തിലൊരു അഭ്യർത്ഥന ഔദ്യോഗികമായി പാകിസ്ഥാന്റെ സർക്കാർ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരു ജലവിഭവ വകുപ്പ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതാദ്യമായാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ പുരോഗമിക്കുന്ന വേളയിലാണ് ഈ സംഭവം ഉണ്ടായത് അല്ലെങ്കിൽ ഇത്തരത്തിൽ കത്ത് ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതിനെ നേരിട്ട് പ്രതികരിക്കാൻ ഭാരതം ഇതുവരെ തയ്യാറായിട്ടില്ല. മാത്രമല്ല അതിനുള്ള പ്രതികരണം പ്രധാനമന്ത്രി തന്നെ അതിനുശേഷം, അതായത് സിന്ദൂർ ഓപ്പറേഷന് ശേഷവും വളരെ കൃത്യമായി ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന സൈനിക താവളത്തിൽ നടന്ന സന്ദർശനങ്ങളിലെല്ലാം നടന്ന മറുപടി പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസംഗങ്ങളിൽ കൃത്യമായ മറുപടി നൽകുകയും ചെയ്തിരുന്നു. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന കൃത്യമായ നിലപാട് ഭാരതം മുന്നോട്ട് വയ്ക്കുക തന്നെയാണ്. തീർച്ചയായും ഈ നടപടി, അതായത് ഭാരതത്തിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളം തടഞ്ഞ നടപടി ഏറ്റവും നിർണായകമാണെന്ന് ബോധ്യപ്പെടുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം തടഞ്ഞ നടപടി യാഥാർത്ഥ്യമായതോടെ ആ നടപടി ക്രമങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തതോടെ വൻതോതിലുള്ള ഒരു ആഘാതം കാർഷിക രംഗത്ത് പാകിസ്ഥാൻ നേരിടുന്നു എന്നത് ഒരു വസ്തുതയായി നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ ആഘാതം നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു കോടിയോളം ജനത, അതായത് പാകിസ്ഥാനിലെ ഒരു കോടിയോളം ജനത ഭക്ഷ്യക്ഷാമത്തിലേക്ക് തള്ളിവിടപ്പെട്ടേക്കാമെന്ന് IMF റിപ്പോർട്ടുകൾ അന്ന് തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഏതാണ്ട് 20 ലക്ഷത്തോളം പേർ കൊടും പട്ടിണിയിലേക്ക് നീങ്ങാനും അതിദാരിദ്ര്യത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുമുണ്ടെന്ന സൂചനകളും ചില സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് കർശനമായ നടപടികൾ തുടരണമെന്നൊരു നിലപാടുണ്ടായതും ആ നിലപാട് പാകിസ്ഥാനെ കൃത്യമായി ഭാരതം പല ഔദ്യോഗിക വേദികളിൽ അറിയിക്കുകയും ചെയ്തത്. തീർച്ചയായും പ്രധാനമന്ത്രി പല ഘട്ടങ്ങളിൽ രാജ്യത്തോട് നടത്തിയ എല്ലാ സംഭാഷണത്തിലും എല്ലാ അഭിസംബോധനകളിലും എല്ലാം തന്നെ ഇക്കാര്യം ഊന്നിപ്പറയുകയും ചെയ്തിരുന്നു. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല, ഭീകരതയും ചർച്ചകളും ഒരുമിച്ച് നടക്കില്ല എന്ന കൃത്യമായ നിലപാട് ഭാരതം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതം ഇത്തരത്തിലൊരു അഭ്യർത്ഥനയോട് കാര്യമായ പ്രതികരണം നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും പാകിസ്ഥാൻ നേരിടുന്ന അതിസങ്കീർണമായ പ്രശ്നം ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും കൃത്യമായ ഒരു നടപടി, ഏറ്റവും കർക്കശമായ ഒരു നടപടി പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതുമില്ല എന്നതാണ് ഈ കത്തിന്റെ ഉള്ളടക്കത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും കത്തിൽ ചില കൃത്യതയില്ലാത്ത അല്ലെങ്കിൽ മാന്യമല്ലാത്ത ചില ആരോപണങ്ങളുണ്ട് എന്ന നിലപാടെല്ലാം തന്നെ ചില സൂചനകളായി പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഭാരതം എടുത്ത നടപടി നിയമവിരുദ്ധമാണ് എന്നൊരു ആരോപണം കൂടി കത്തിൽ ഉൾപ്പെടുത്തുക കൂടി ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് മറ്റു പ്രതികരണങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വേണ്ട എന്ന നിലപാട് ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തീർത്തും ഒരു രാഷ്ട്രീയ തലത്തിൽ അല്ലെങ്കിൽ ഉന്നത രാഷ്ട്രീയ തലത്തിൽ എടുത്ത തീരുമാനം, പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന വേദികളിൽ എടുത്ത ഒരു അന്തിമ തീരുമാനത്തെ ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഭ്യർത്ഥന കൊണ്ട് കൈകാര്യം ചെയ്യാനാവില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ കൂടിയാണ് ഭാരതം അക്കാര്യത്തിൽ കാര്യമായ പ്രതികരണം, വ്യക്തമായ പ്രതികരണം ഈ വിഷയം ചൂണ്ടിക്കാട്ടി നടത്താത്തത്. എങ്കിലും ഭാരതം ഇതിനെ പല തവണയായി മറുപടി നൽകി കഴിഞ്ഞു. പ്രധാനമന്ത്രി തന്നെ 3ലേറെ തവണ മറുപടി കൃത്യമായി നൽകി കഴിഞ്ഞു. എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും എല്ലാം ഈ മറുപടി കൃത്യമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന കൃത്യമായ നിലപാട് പാകിസ്ഥാനിലുള്ള ഈ കത്തിന് കൂടിയുള്ള മറുപടിയാണ്. ശരി ഐസൻ.